നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് സംഭവിക്കാൻ പോകുന്നുണ്ടോ? സാമ്പത്തികമായും വ്യക്തിപരമായും നിങ്ങൾ വളർച്ചയുടെ പാതയിലാണോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? ബാങ്കിലെ അക്കൗണ്ട് ബാലൻസ് നോക്കിയല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ സംഭവിക്കുന്ന ചില മാറ്റങ്ങളിലൂടെയാണ് അത് തിരിച്ചറിയേണ്ടത്. മഹാനായ ആചാര്യ ചാണക്യൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആന്തരിക മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ചാണക്യന്റെ തത്വങ്ങളെ ഇന്നത്തെ ആധുനിക മനഃശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ വിലയിരുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി പ്രവേശിക്കുന്നതിന്റെ 9 രഹസ്യ അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഈ സൂചനകൾ തിരിച്ചറിയാൻ ഈ വീഡിയോ പൂർണ്ണമായി കാണുക. 9 രഹസ്യ അടയാളങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിലെ ആദ്യത്തേത് മനസ്സിലെ ശാന്തതയും സമാധാനവും. ചാണക്യൻ എപ്പോഴും പറഞ്ഞിരുന്നത് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനം നഷ്ടപ്പെടുകയില്ല എന്നാണ്. നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ അനാവശ്യമായ സമ്മർദ്ദങ്ങളോ ആകുലതകളോ കുറയും. ആധുനിക മനഃശാസ്ത്രത്തിൽ ഇതിനെ ഇമോഷണൽ റെഗുലേഷൻ എന്നാണ് വിളിക്കുന്നത്. മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങൾ കൂടുതൽ വ്യക്തതയോടെ തീരുമാനങ്ങൾ എടുക്കുകയും അത് വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, സമയത്തിന്റെ മൂല്യം തിരിച്ചറിയുന്നു. നഷ്ടപ്പെട്ട ധനം വീണ്ടെടുക്കാം, എന്നാൽ നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരികെ കിട്ടില്ല എന്ന ചാണക്യ തത്വം വളരെ പ്രസക്തമാണ്. നിങ്ങൾ ഇപ്പോൾ സമയം പാഴാക്കുന്നത് നിർത്തുകയും ഓരോ മിനിറ്റിനും വില നൽകി മുൻഗണനകൾ നൽകി നിശ്ചയിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ സമ്പന്നമായ ഒരു ജീവിത രീതിയിലേക്ക് മാറുകയാണ്. ഇത് ഉയർന്ന ഉൽപാദനക്ഷമതയുടെ അഥവാ ഹൈ പ്രൊഡക്ടിവിറ്റിയുടെ വ്യക്തമായ സൂചനയാണ്. മൂന്നാമത്തെ കാര്യം, അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അനാവശ്യ വാഗ്ദാനങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഊർജം കളയുന്നത് നിങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും ലക്ഷ്യങ്ങളെയും സംരക്ഷിക്കുകയാണ്. ഇത് പക്വതയുള്ള ആശയവിനിമയത്തിൻ്റെ അഥവാ മെച്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻ്റെ ലക്ഷണമാണ്. നാലാമത്തെ കാര്യം, നല്ല സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾ ആരായി തീരുമെന്നത് നിങ്ങളുടെ കൂട്ടുകൂടുന്നവരെ ആശ്രയിച്ചിരിക്കുന്നു. മോശം കൂട്ടുകെട്ടുകൾ വിജയത്തെ തടയും. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ പോസിറ്റീവും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരുമാണെങ്കിൽ അത് സമൃദ്ധിയുടെ ഉറപ്പാണ്. സോഷ്യൽ ഇക്കോളജി തിയറി അനുസരിച്ച് നമ്മുടെ വിജയം നമ്മുടെ സാമൂഹിക ചുറ്റുപാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഞ്ചാമത്തെ കാര്യം, വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ വിമർശിക്കുന്നവരെ നിങ്ങളുടെ സുഹൃത്തുക്കളായി കാണുക എന്നതായിരുന്നു ചാണക്യന്റെ തത്വം. വേദനിക്കുന്ന വിമർശനങ്ങളെ പോലും ഒരു പഠന ഉപകരണമായി കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ ലക്ഷണമാണ്. ആറാമത്തെ കാര്യം, പഠിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം. വിദ്യാഭ്യാസത്തെയും അറിവിനെയും എല്ലാ സാമ്പത്തിക നേട്ടത്തിനെക്കാട്ടിലും വലുതായി ചാണക്യൻ കണ്ടിരുന്നു. നിങ്ങൾ പുതിയ കഴിവുകൾ നേടാനും പുതിയ പുസ്തകങ്ങൾ വായിക്കാനും പുതിയ കാര്യങ്ങൾ അറിയാനും താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് വികസിക്കുകയാണ്. ഇത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി സൂചിപ്പിക്കുന്നു. ഇത് ദീർഘകാല വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ഏഴാമത്തെ കാര്യം, ചെറിയ കാര്യങ്ങളിലും കൃതജ്ഞത. നിങ്ങൾക്ക് ലഭിച്ചതിനെക്കുറിച്ച് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ കൂടുതൽ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താനുള്ള നിങ്ങളുടെ കഴിവ് ആന്തരിക സമൃദ്ധിയുടെ ലക്ഷണമാണ്. ഇത് പോസിറ്റീവ് സൈക്കോളജി സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമാണ്. എട്ടാമത്തെ കാര്യം, ആരോഗ്യകരമായ ദിനചര്യ, ചിട്ടയായ ഭക്ഷണക്രമവും മതിയായ ഉറക്കവും കായിക ക്ഷമതയും ഇല്ലെങ്കിൽ മറ്റ് സമ്പത്തുകൾക്ക് നിലനിൽപ്പില്ല. നിങ്ങളുടെ ഉറക്കത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുകയും ആരോഗ്യത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധാലുവാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സ്വയം തയ്യാറെടുക്കുകയാണ്. ഇത് ശരിയായ വെൽനസ് സമീപനത്തെ സൂചിപ്പിക്കുന്നു. ഒമ്പതാമത്തെ കാര്യം, തിരിച്ചു കൊടുക്കാനുള്ള മനോഭാവം. സമൂഹത്തിന് തിരികെ നൽകാനുള്ള മനോഭാവം യഥാർത്ഥ സമ്പന്നതയുടെ ലക്ഷണമാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വിജയം കാണാനും അവരെ സഹായിക്കാൻ തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തൃപ്തനാണ്. ഇത് ജീവിത ലക്ഷ്യത്തിൻ്റെ സെൻസ് ഓഫ് പർപ്പസ് ശക്തമായ സൂചനയാണ്. ഈ 9 അടയാളങ്ങളും ബാഹ്യമായ പണത്തിൻ്റെ മാത്രം അടയാളങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ സമൃദ്ധമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ആന്തരിക സൂചനകളാണ്. നിങ്ങൾ ഈ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് അവ വളർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ ബാഹ്യമായ സമ്പത്തും വിജയവും നിങ്ങൾ തേടിയെത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ 9 അടയാളങ്ങളിൽ എത്രയെണ്ണം ഇപ്പോൾ സജീവമാണ്? താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.